अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। हर इंसान जो दुनिया में आता है उसका एक मौत का दिन भी मुकर्रर है। ലോകത്തേക്ക് വരുന്ന ഓരോ മനുഷ്യന്റെയും മരണ ദിവസം നിർണിതമാണ്. അള്ളാഹു പറയുന്നു, ലോകത്തുള്ള എല്ലാം തന്നെ നശിക്കുന്നതാണ്. എന്നാൽ മനുഷ്യന് അള്ളാഹു സുവാർത്ത നൽകിക്കൊണ്ട് പറയുന്നു, താൽക്കാലിക ലോകത്തെ ജീവിതം അവസാനിക്കുമ്പോൾ ശാശ്വതമായ ഒരു ജീവിതം ആരംഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണമായി ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ തൃപ്തിയെ എല്ലാത്തിലും മുന്തിക്കുന്നവർ, പ്രസ്തുത ശാശ്വതമായ പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകുന്നു. അള്ളാഹുവിന്റെ പാപപ്പൊറുതിയും കാരുണ്യവും അവർക്ക് തന്റെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി അവർ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അവർ തങ്ങളുടെ ജീവിതത്തെ ഉത്തമ ലക്ഷ്യമുള്ളതാക്കാൻ ശ്രമിച്ചു. അതായത് അള്ളാഹു തന്റെ ദാസർക്കായി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനായി ശ്രമിച്ചു. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും പാപപ്പൊറുതിയുടെയും സീമ ഒരു മനുഷ്യനെ അവന്റെ നിസ്സാര നന്മ കാരണത്താലും തന്റെ അനുഗ്രഹത്തിന്റെ പുതപ്പിൽ പുതക്കുന്നു എന്നതും വാസ്തവമാണ്. അഥവാ അവൻ സ്ഥിരോത്സാഹത്തോടു കൂടി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ശ്രമിച്ചില്ലെങ്കിൽ പോലും. എന്നാൽ അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കുന്നതിനായുള്ള പരിശ്രമത്തെ തങ്ങളുടെ എല്ലാമായി മാറ്റുന്നവർ, അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യത നിറവേറ്റുന്നതിനായി സദാസമയവും തങ്ങളുടെ കഴിവനുസരിച്ചുള്ള പരിശ്രമത്തിൽ മുഴുകുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയും പ്രചാരണവും തങ്ങളുടെ ദൗത്യമാക്കുന്നവർ, ആരുടെ ഉന്നത ധാർമ്മിക ഗുണത്തെക്കുറിച്ചാണോ എല്ലാ ചെറിയവരും വലിയവരും സ്തുതിപാഠനം നടത്തുന്നത്, അവരെ സംബന്ധിച്ച് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് പറയുന്നു, അവർക്ക് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ
അവന്റെ ദീനിനു വേണ്ടി തന്റെ ജീവന്റെ കാണിക്ക സമർപ്പിച്ചുകൊണ്ട് अल्लाह ताला फरमाता है बेशक വീര മൃത്യു വരിക്കുന്നവർക്ക് इस दुनिया से അള്ളാഹു സ്വർഗത്തിന്റെ സുവാർത്ത നൽകുന്നു. इस आर्जी ठिकाने से അള്ളാഹു പറയുന്നു, ഇവർ നിസ്സംശയം मर गए या मार लिए गए, ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞു, लेकिन ഈ താൽക്കാലിക ഗേഹത്തിൽ നിന്ന് വിട പറഞ്ഞു. पा गए ഭൗതികരുടെ ദൃഷ്ടിയിൽ മരിച്ചു അല്ലെങ്കിൽ വധിക്കപ്പെട്ടു. मुर्दा न कहो എന്നാൽ അള്ളാഹുവിന്റെ പക്കൽ അവർ ശാശ്വത ജീവിതം കരസ്ഥമാക്കി. ऐसे लोग അതിനാൽ रुखसती पीछे അത്തരക്കാരെ മൃതർ എന്നു പറയരുത്. सामान करने वाली है, അവർ ജീവനുള്ളവരാണ്. അവരുടെ ഈ ലോകത്തു നിന്നുള്ള വിടവാങ്ങൽ जो खुदा ताला की പിന്നിലുള്ളവരുടെ ജീവിതത്തിന് रजा की खातिर സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ്. उसके नाम की सरबुलंदी അള്ളാഹുവിന്റെ തൃപ്തിക്കായി हर कुर्बानी के लिए തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവർ और बेखतर അവന്റെ നാമത്തെ ഔന്നത്യത്തിലെത്തിക്കുന്നതിനായി സർവത്യാഗങ്ങൾക്കും സന്നദ്ധരായവർ जिंदगी के सामान करते हैं। നിർഭയരായിക്കൊണ്ട് जमात ഈ ത്യാഗങ്ങൾ ചെയ്യുന്നവർ अपने दीनी भाइयों को हकीकी തങ്ങളുടെ दायमी जिंदगी ശാശ്വത ജീവിതത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തങ്ങളുടെ ജമാഅത്തിനും आज हम देख തങ്ങളുടെ ദീനീ സഹോദരങ്ങൾക്കും के मसीह मोहम्मद യഥാർത്ഥവും ശാശ്വതവുമായ ജീവിത ശൈലി പഠിപ്പിക്കുന്നവരുമായിരിക്കും. एक ग्रोह और एक तबका है, മുഹമ്മദി മസീഹിൽ വിശ്വസിക്കുന്നവരുടെ ജമാഅത്ത് അംഗങ്ങളാണ്, इशाअत दीन അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഒരു വിഭാഗമാണ്. मुस्तकिल मिजाजी से अपने ഒരു ഭാഗത്ത് लम्हे को गुजारने की कोशिश करते हैं। ദീനിന്റെയും ഇസ്ലാമിന്റെയും इसके लिए പ്രചരണാർത്ഥം സ്ഥിരോത്സാഹത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നതിനായി ശ്രമിക്കുന്നതെന്ന് ഇക്കാലത്ത് നാം കാണുന്നു. जो दीन की खातिर അതിനുവേണ്ടി इस जुर्म की वजह से തങ്ങളുടെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെ പൊരുതുകയും कबूल किया, जालिम ജീവൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ദീനിനു വേണ്ടി മുഹമ്മദി മസീഹിനെ സ്വീകരിച്ചു എന്ന അപരാധത്താൽ അക്രമികളുടെ പീഡനത്തിനിരയായിക്കൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിൽ जिक्र करूं, ഷഹാദത്തിന്റെ പദവി यानी एक കരസ്ഥമാക്കി സന്നിഹിതരാകുന്നവരാണ്. और दूसरा शहीद। ഇന്ന് ഞാൻ ഇത്തരത്തിലുള്ള രണ്ട് വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. अपने बचपन से वफात ഒന്ന് ജമാഅത്തിന്റെ സേവകനും मसीह मोहम्मदी की മറ്റൊന്ന് ഷഹീദുമാണ്. हजरत सल्लल्लाहु अलैहि ഒരാൾ वसल्लम के पैगाम को തന്റെ കുട്ടിക്കാലം മുതൽ മരണം വരെ മുഹമ്മദി മസീഹിന്റെ സൈന്യത്തിൽ അംഗമായിക്കൊണ്ട് की इशाअत की നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ ലോകത്തേക്ക് എത്തിച്ചു. सल्लल्लाहु अलैहि वसल्लम से वादे के അതായത് आपके ഏതൊരു സന്ദേശത്തിന്റെ और मसीह मौत को दुनिया പ്രചരണ പൂർത്തീകരണത്തിനായിട്ടാണോ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ फिदाई ചെയ്ത വാഗ്ദാനമനുസരിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയെയും മസീഹ് മൗദിനെയും ലോകത്തേക്ക് അയച്ചത് ആ സന്ദേശത്തെ. सलाम ആത്മത്യാഗിയായ ഈ ജമാഅത്തിന്റെ സേവകന്റെ പേര് लम्हे तक ഹാഫിസ് ജിബ്രായിൽ സഈദ് എന്നാകുന്നു. के साथ ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി തന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ और यकीन തന്റെ സർവ്വ കഴിവുകളോടും കൂടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. और हकीकी वाकफे जिंदगी की तरह अपने ഒരു ആവേശത്തോടും അഭിനിവേശത്തോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നിശ്ചയമായും ഒരു യഥാർത്ഥ ജമാഅത്തി സേവകനും जो യഥാർത്ഥ വാക്ഫെ സിന്ദഗിയെയും പോലെ में सिलसिला തന്റെ വഖഫിന്റെ പ്രതിജ്ഞയെ പൂർത്തിയാക്കി. हजारों मील दूर बरे आजम अफ्रीका के मुल्क घाना के एक छोटे से गांव में ആ വ്യക്തി, ആ ജമാഅത്തിന്റെ സേവകൻ ഖാദിയാനിൽ നിന്നും റബുവയിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ ദൂരെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഘാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഭൂജാതനായി. अपने बाप അവിടെ വിദ്യാഭ്യാസത്തിനുള്ള ശരിയായ സൗകര്യം പോലും ഉണ്ടായിരുന്നില്ലായിരിക്കാം. अपने अजीम नबी എന്നാൽ അള്ളാഹു पर उतारी हुई അദ്ദേഹത്തെ कामिल और मुकम्मल किताब സ്വന്തം പിതാവിന്റെ സൽപ്രതീക്ഷകളുടെയും ദുആകളുടെയും ഫലമായി तौर पर उसे याद തങ്ങളുടെ മഹത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കപ്പെട്ട പരിപൂർണ ഗ്രന്ഥത്തിന്റെ ഹാഫിളാക്കി तफक्कुफ दीन പരിപൂർണമായും അത് മനപ്പാടമാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകി. सफ में खड़ा करके ഖുർആൻ മനപ്പാടമാക്കിയെന്ന ബഹുമതി മാത്രമല്ല നൽകിയത്, മറിച്ച് अपने हम कौम
ദീനിന്റെ അറിവ് കരസ്ഥമാക്കിയവരുടെ അണിയിൽ നിർത്തി വിശുദ്ധ ഖുർആന്റെ മഹത്തായ അധ്യാപനങ്ങളെ സ്വന്തം സമുദായക്കാർക്കും അന്യ സമുദായക്കാർക്കും എത്തിക്കുന്നതിനായുള്ള സേവനത്തിലുള്ള തൗഫീക്കും അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് നൽകി. ഘാനയുടെ ഈ ആത്മാർത്ഥ കൂറുള്ള വ്യക്തി കാലത്തിന്റെ ഖലീഫമാരുടെ സുൽത്താൻ നസീറായിക്കൊണ്ട് അഹമ്മദിയ ജമാഅത്ത് ഘാനയ്ക്ക് ധാരാളം ബഹുമതികൾ നേടിക്കൊടുക്കുകയുണ്ടായി. ഹാഫിസ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് കഴിഞ്ഞ ദിവസം ഘാനയിൽ വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്, അത് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹാഫിസ് അഹമ്മദ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് ഘാനയുടെ മുബല്ലിഗ് സിൽസിലയും നായിബ് അമീർ സാലിസുമായിരുന്നു. 2012 നവംബർ 9 ജുമാ ദിവസം അക്രയിലെ പോർലോഗോ ആശുപത്രിയിൽ ഒരു മാസത്തെ രോഗത്തിന് ശേഷമാണ് അദ്ദേഹം വഫാത്തായത്. അന്ന് ഞാൻ ദുആക്ക് വേണ്ടിയും വിളംബരം ചെയ്തിരുന്നു. എന്നാൽ അന്നേരം തന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരായി കഴിഞ്ഞിരുന്നു. നീണ്ട കാലമായി രോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഘാനയിലെ ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഇവിടെ ലണ്ടനിലും അമേരിക്കയിലും ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തിരുന്നു. കാരണം അവിടുത്തെ ഡോക്ടർമാർക്ക് രോഗനിർണയം നടത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഡോക്ടർമാരുടെ അഭിപ്രായമനുസരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ചികിത്സക്കായി രാജ്യത്തിന് പുറത്ത് ലണ്ടനിലോ അമേരിക്കയിലോ കൊണ്ടുവരുന്നതും ആലോചനയിലുണ്ടായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വിധി വന്നെത്തി. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ബഹുമാന്യ ഹാഫിസ് സാഹിബ് 1954 ഫെബ്രുവരി 2 ഭൂജാതനായത്. അദ്ദേഹത്തിന്റെ പിതാവ് കുസോഫോ ജിബ്രായിൽ സയ്യിദ് സാഹിബ് ഘാനയുടെ മുബല്ലിഗായിരുന്നു. അദ്ദേഹം അവിടുന്ന് തന്നെ മിഷണറിമാരിൽ നിന്ന് പരിശീലനം കരസ്ഥമാക്കി പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. വളരെ വിജയം വരിച്ച ഒരു മുബല്ലിഗായിരുന്നു അദ്ദേഹം. ഹാഫിസ് അഹമ്മദ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് 1970 വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്നതിനായി റബുവിൽ എത്തുകയും മദ്രസത്തുൽ ഹിഫ്ദിൽ പ്രവേശനം നേടുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ഘാനയിലെ പ്രഥമ ഖുർആൻ ഹാഫിദായിരുന്നു. ഒരിക്കൽ ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മഹുല്ലാഹു തആല വാത്സല്യ പുരസ്സരം അദ്ദേഹവുമായി പഞ്ചഗുസ്തി മത്സരിച്ചിരുന്നു എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി അദ്ദേഹം ഘാനയിൽ വരികയും അല്പമാസങ്ങൾക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ തിരിച്ചെത്തുകയും ചെയ്തു. ജാമ്യയിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിനായി ജാമ്യ അഹമ്മദിയയിൽ പ്രവേശനം നേടി. 1972 ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഫാദിലിന്റെ പരീക്ഷയും പാസായി. ഷാഹിദ് പരീക്ഷ പാസായി അദ്ദേഹം ഘാനയിലെത്തിയപ്പോൾ 1982 സെപ്റ്റംബർ 15 ഘാനയിലെ ഒരു നഗരമായ ടച്ചിമാനിൽ അദ്ദേഹം നിയമിതനായി. അവിടെ അദ്ദേഹം ബ്രോങ് ഹാഫ് റീജന്റെ ചാർജ് ഏറ്റെടുത്തു. 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ ഫിജിയിലേക്ക് അയച്ചു. അവിടെ ലബാസയിൽ അദ്ദേഹം നിയമിതനായി. 1987 ആഗസ്റ്റിൽ ഫിജിയിൽ നിന്ന് അദ്ദേഹത്തെ തവാലുവിലേക്ക് അയച്ചു. തവാലുവിലെ ആദ്യത്തെ മുബല്ലിഗായി അദ്ദേഹം നിയമിതനായി. തവാലുവിൽ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം തെക്കൻ പസഫിക്കിലെ 3 ദ്വീപുകളിൽ, അതായത് മാർഷൽ ദ്വീപ്, സോളമൻ ദ്വീപ്, മൈക്രോനേഷ്യ എന്നിവിടങ്ങളിൽ അഹമ്മദിയത്തിനെ സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ലോകത്തിന്റെ 3 രാഷ്ട്രങ്ങളിൽ അഹമ്മദിയത്തിന്റെ ചെടി അദ്ദേഹം മുഖേന നടപ്പെട്ടു എന്ന ബഹുമതിയും ലഭിച്ചു.
തവാലുവിലെ ജീവിതത്തിനിടയിൽ 1991 8 साल അദ്ദേഹം അയൽ രാജ്യമായ കരീബാത്തിലും പോവുകയുണ്ടായി. की खिदमत से നീണ്ടകാലം അവിടെയും കഴിഞ്ഞു. 1900 അങ്ങനെ അദ്ദേഹം കരീബാത്തി രാജ്യത്തെ പ്രഥമ മുബല്ലിഗ് സിൽസിലയുമായിരുന്നു. 8 വർഷത്തോളം തെക്കൻ പസഫിക്കിലെ ദ്വീപുകളിൽ തബ്ലീഗി സേവനങ്ങൾ അനുഷ്ഠിച്ച ശേഷം 1994 തിരിച്ച് ഘാനയിലെത്തി. खलीफतुल मसीह राबे ने मुकर्रर किया और तावफात आप इसी फरीज़े ഘാനയിൽ തിരിച്ചെത്തിയ ശേഷം दे रहे थे. അദ്ദേഹത്തെ ഘാന ജമാഅത്തിന്റെ തബ്ലീഗിന് വേണ്ടിയുള്ള നായിബ് അമീറായി खाना में ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി നിയമിച്ചു. और तबलीग सेंटर വഫാത്ത് സമയം വരെ അദ്ദേഹം ഈ ഉത്തരവാദിത്വത്തെ ഭംഗിയായി നിറവേറ്റിയിരുന്നു. बहुत से कोर्सेज मुकर्रर हुए. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഘാനയിൽ സ്ഥാപിതമായ തബ്ലീഗ് തർബിയത്തി സെന്ററിൽ जमात में शामिल होते थे. പണ്ഡിതന്മാരുടെയും നവ അഹമ്മദികളുടെയും തർബിയത്തിനായി दीन का इल्म की सुध ധാരാളം പാഠ്യപദ്ധതികൾ നടപ്പിലാക്കി. हकीकी इस्लाम പ്രാദേശിക മൊല്ലിമാർക്ക് അല്ലെങ്കിൽ ജമാഅത്തിൽ പ്രവേശിക്കുന്ന ഇമാമുമാർക്ക് അല്പം ദീനിജ്ഞാനമുണ്ടായിരുന്നുവെങ്കിലും सिखाने അതുകൂടാതെ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെയും അഹമ്മദിയ ജമാഅത്തിന്റെ സമ്പ്രദായങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നതിനായി റഫ്രഷർ കോഴ്സ് ഉണ്ടായിരുന്നു. सरकर्दगी में बड़ी कामयाब तबलीगी मुहिम അതിന്റെ മേൽനോട്ടവും जिसके नतीजे ഹാഫിസ് സാഹിബായിരുന്നു വഹിച്ചിരുന്നത്. शुमार नए फल अता हुए. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായ തബ്ലീഗി ഉദ്യമങ്ങൾ നടന്നു. जमातों में തൽഫലമായി मसाजिद की तामीर करवाई गई. ജമാഅത്തിന് बल्कि അനേകം നവഫലങ്ങൾ ലഭിച്ചു. दराज इलाके थे, നവ ജമാഅത്തുകൾ സ്ഥാപിതമായി. പുതിയ സർക്കിട്ടുകൾ സ്ഥാപിച്ചു. ഈ ജമാഅത്തുകളിൽ അനേകം പള്ളികൾ നിർമ്മിച്ചു. एक लंबा अरसा കൂടാതെ जमातों का राब्ता ബൈഅത്തുകൾക്ക് ശേഷം 1-2 വർഷങ്ങളോളം കേന്ദ്രത്തിന് ബന്ധപ്പെടാൻ സാധിക്കാതിരുന്ന वो लोग गैर വിദൂര ദിക്കുകളിലുള്ള സ്ഥലങ്ങളിലുള്ളവർ लोगों के जो जमात से അനഹമ്മദി പണ്ഡിതന്മാരെയും उनके जेर असर कुछ दूर ജമാഅത്തിനെതിരിൽ പ്രകോപിതരാക്കുന്ന से മറ്റുള്ളവരുടെ പ്രഭാവത്തിൽ അകപ്പെട്ടുകൊണ്ട് അല്പം ദൂരപ്പെടുകയും दिया हाफिज साहब पर कि हम दोबारा करीब लेकर आए उनको राब्ते. ബന്ധമില്ലാത്ത കാരണത്താൽ ആക്റ്റീവ് അല്ലാതിരുന്നവരെയും സംബന്ധിച്ച് तो अल्लाह ताला के फजल से ഞാൻ അവരുമായി വീണ്ടും ബന്ധപ്പെടുന്നതിനും और ജമാഅത്തുമായുള്ള അവരുടെ ബന്ധത്തെ സുദൃഢപ്പെടുത്തുന്നതിനുമായി जमात के ഹാഫിസ് സാഹിബിനുമേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ इस तरह मजबूत कर दिया. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹാഫിസ് സാഹിബ് एक ഇത് സംബന്ധമായും പൂർണ്ണമായി പരിശ്രമിക്കുകയുണ്ടായി. ईमान और इकान में അങ്ങനെ ലക്ഷക്കണക്കിന് ഉള്ളവരെ വീണ്ടും ജമാഅത്തുമായി സുദൃഢ ബന്ധമുള്ളവരും വിശ്വാസത്തിലും आपने ആദർശത്തിലും അഭിവൃദ്ധിപ്പെടുന്നവരുമാക്കി മാറ്റി. अहमदियत के मुतालिक किए जाने वाले मखसूस सवालात जो इतराज़ात होते हैं उनको मद्देनजर रखते हुए ഹാഫിസ് സാഹിബ് പസഫിക് ദ്വീപുകളിൽ വസിക്കുന്നവരിൽ നിന്ന് इस्लाम इन द आइलैंड्स അഹമ്മദത്തിനെതിരിൽ ഉന്നയിക്കുന്ന പ്രത്യേക ചോദ്യങ്ങളെയും ആരോപണങ്ങളെയും പരിഗണിച്ചുകൊണ്ട് 11 के जलसा ഒരു ഗ്രന്ഥവും രചിച്ചിരുന്നു में यूके അവരുടെ തബ്ലീഗിനായി. खिलाफ അതിന്റെ പേര് ഇസ്ലാം ഇൻ ദ ഐലൻഡ്സ് റിമൂവിംഗ് ദ ഇംപെഡിമെന്റ്സ് എന്നായിരുന്നു. हाफिज साहब ने यहाँ तकरीर भी की. കഴിഞ്ഞ വർഷം 2011 ജൽസ സാലാന UK-യിൽ അഹമ്മദിയ ഖിലാഫത്തിന്റെ വ്യതിരിക്ത സവിശേഷതകൾ घाना जाने के बाद എന്ന വിഷയത്തിൽ ഹാഫിസ് സാഹിബ് ഇവിടെ പ്രഭാഷണവും നടത്തിയിരുന്നു. पैसिफिक ममालिक में गुजारा है. वहां से वापस जाने के बाद भी हाफिज साहब को പസഫിക് രാജ്യങ്ങളിൽ पर കഴിച്ചു കൂട്ടിയതിനു ശേഷം भिजवाया जाता ഘാനയിൽ क्योंकि इनका अच्छा എത്തിയതിനു ശേഷവും और तबलीग ഹാഫിസ് സാഹിബിനെ भी बहुत अच्छा था. ഈ രാജ്യങ്ങളിൽ സന്ദർശനത്തിനായി അയച്ചുകൊണ്ടിരുന്നു. नवंबर 2001 में आपने इन കാരണം അവിടെ അദ്ദേഹത്തിന്റെ के दौरे की. നല്ല സ്വാധീനവും പ്രഭാവവും ഉണ്ടായിരുന്നു. इनमें भी आप കൂടാതെ അദ്ദേഹത്തിന്റെ തബ്ലീഗിന്റെയും തർബിയത്തിന്റെയും ശൈലി വളരെ നല്ലതായിരുന്നു. 2001 ഒക്ടോബർ നവംബറിൽ അദ്ദേഹം ഈ ദ്വീപുകൾ സന്ദർശിച്ചു. 2001 में आपने किया 1.5 माह 2003 അദ്ദേഹത്തിനെ തെക്കൻ പസഫിക്കിലെ ദ്വീപുകളിൽ സന്ദർശനത്തിനായി നിയോഗിക്കുകയുണ്ടായി. किए जिसमें वेस्टर्न समोआ, टोंगा, करीबास, 1.5 മാസം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ 2001 ആദ്യ സന്ദർശനത്തിൽ तवालू शामिल അദ്ദേഹം ബന്ധത്തെ സുദൃഢമാക്കിയ രാജ്യങ്ങളിൽ किया. വെസ്റ്റേൺ സാമുവ, ടോങ്ക, പിരിബാസ്, സോളമൻ ദ്വീപുകൾ, വൺവാത്തു, തവാലു എന്നിവ ഉൾപ്പെടുന്നു. ഇവിടെയുള്ള ജമാഅത്തുകളെ സുസജ്ജമാക്കി കൂടുതൽ ബയ്യത്തുകളും കരസ്ഥമാക്കി. सईद साहब के जरिए 1988 में
जमात का पौधा लगा था, अहमदियत का पौधा लगा था। 1991 1988 ഹാഫിസ് അഹമ്മദ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് മുഖാന്തിരം സോളമൻ ദ്വീപുകളിൽ ജമാഅത്തിന്റെ ചെടി നടപ്പെട്ടു, അഹമ്മദിയത്തിന്റെ ചെടി നടപ്പെട്ടു. वहां जा नहीं सके। കുറച്ചുകാലം मसीह അദ്ദേഹം മറ്റ് തിരക്കുകളാൽ മറ്റു ദ്വീപുകളിൽ പോയത് കാരണം അവിടെ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ 1991 അദ്ദേഹം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന് ഒരു റിപ്പോർട്ട് അയച്ചു. फिजी से मुस्लिम लीग का एक അതിൽ അദ്ദേഹം എഴുതി, ഞാനിവിടെ 2 വർഷത്തിന് ശേഷമാണ് വന്നത്. അപ്പോൾ കണ്ടത് 2 വർഷം മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഫിജിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഒരു വ്യാപാരി വന്നുകൊണ്ട് എല്ലാവരുടെയും മനസ്സുകളിൽ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് ജമാഅത്തിൽ നിന്നും വേർപെടുത്തി. എന്റെ പ്രവർത്തനങ്ങൾ പാഴായത് കണ്ട് ഞാൻ അമ്പരന്നുപോയി. गुज़श्ता साल यहाँ എഴുതുന്നു, ഹുസൂർ, ഇത് എന്റെ പിഴവാണ്. ഞാൻ വളരെ വിനീതനായിക്കൊണ്ട് ക്ഷമയാചിക്കുന്നു. बाती में रहूं। മറ്റു ദ്വീപുകളിലുള്ള തിരക്കുകൾ കാരണം എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഇവിടെ വരാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ दुआ करें अल्लाह ഡിസംബർ വരെ ने कामयाब करे, കരീബാത്തയിൽ നിൽക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു. जिससे कुवैत की हमारी അദ്ദേഹം ഖലീഫ റാബിൻ എഴുതുന്നു, लगा के मुसलमानों ने ഇനി ഇവിടെ രണ്ടാമതും പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. ദുആ ചെയ്യുക, അള്ളാഹു നമ്മുടെ ഉദ്ദേശത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. खैर മുസ്ലിം ലീഗിന് കുവൈറ്റിന്റെ പിന്തുണയുണ്ട്. പൈസ ചെലവഴിച്ച് മുസ്ലിങ്ങൾ അവരെ അവിടെ എത്തിച്ചതായിരുന്നു. ഇസ്ലാം ഇവർ മുഖേനയാണ് അവിടെ എത്തിയത്. അവരെ പരാജയപ്പെടുത്താൻ തൗഫീക്ക് ലഭിക്കട്ടെ. और मुसलमान ഏതായാലും ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അതിൽ ദുഃഖവും പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തോട് നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. इस तरह मुसलसल दो അതിനുശേഷം ഹാഫിസ് സാഹിബ് ഒരു നിമിഷം പോലും അടങ്ങിയിരുന്നില്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന ദൃഢനിശ്ചയമെടുത്തു. एक मजबूत जमात അങ്ങനെ നിരന്തരമായി 2 വർഷം पर अहमदियों की പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അവസാനം ആ പ്രദേശങ്ങളിൽ അഹമ്മദിയത്തിന്റെ ചെടി വീണ്ടും നടപ്പെടുക തന്നെ ചെയ്തു. से मिलकर ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരു സുദൃഢ ജമാഅത്ത് നിലവിലുണ്ട്. ഇവിടെയുള്ള അഹമ്മദികളുടെ അംഗസംഖ്യ 100 കണക്കിന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉന്നത അധികാരികളുമായി കണ്ടുമുട്ടി ജമാഅത്തിന്റെ രജിസ്ട്രേഷന്റെ ജോലി മുതൽ ജമാഅത്തിന്റെ പ്രവർത്തക സമിതിയുടെ രൂപീകരണവും പരിശീലനവും വരെ ഹാഫിസ് സാഹിബ് ചെയ്യുകയുണ്ടായി. और इस्तेहकाम में भी अहम किरदार अदा किया है। അതിനുശേഷം ഹാഫിസ് സാഹിബ് ने कहा വിവിധ പര്യടനങ്ങളിൽ हो चुकी है ജമാഅത്തിന്റെ मिशन हाउस से ദൃഢീകരണത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി സവിശേഷ സംഭാവനകൾ നൽകുകയുണ്ടായി. ഇപ്പോൾ അവിടെ രജിസ്ട്രേഷനുമായി മിഷൻ ഹൌസും 2005 में പള്ളിയും സ്ഥാപിതവുമായി. मुझसे मुलाकात की। उन्होंने बताया സോളമൻ ദ്വീപുകളിലെ സദർ സാഹിബ് മുബഷിർ മാർട്ടനസൂസ് സാഹിബ് 2005 ഞാൻ ആസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ വരികയും ഞാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, अहमदियत के आने से पहले ഞാൻ कोई मुसलमान नहीं था। ഹാഫിസ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് മുഖേന जमात अहमदियत के जरिए 1994 അഹമ്മദിയത്ത് സ്വീകരിച്ചത്. ഞങ്ങളുടെ ഈ രാജ്യത്ത് അഹമ്മദിയത്ത് എത്തുന്നതിന് മുമ്പ് ഒരു മുസ്ലിമും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അഹമ്മദിയ ജമാഅത്ത് മുഖേന ഈ രാജ്യത്ത് ആദ്യമായി ഇസ്ലാം പ്രവേശിച്ചു. ഇതിനുള്ള ഭാഗ്യം रिपोर्ट में ഹാഫിസ് ജിബ്രായിൽ സയ്യിദ് സാഹിബിനാണ് ലഭിച്ചത്. कि 9 सितंबर 2001 को फिजी पहुंचा। वहां से 10 सितंबर को मार्च തന്റെ പഴയൊരു റിപ്പോർട്ടിൽ ഹാഫിസ് സാഹിബ് പരാമർശിക്കുന്നു, के तौर पर कयाम किया। 2001 സെപ്റ്റംബർ 9 ഫിജിയിലെത്തി. मैं अभी ट्रांजिट में ही അവിടെ നിന്ന് ഡിസംബർ 10 अमेरिका में वाकया മാർഷദ്വീപിലേക്ക് പുറപ്പെട്ടു. കരിബാസിൽ 2 ദിവസം ട്രാൻസിറ്റ് ആയി തങ്ങി. സെപ്റ്റംബർ 11 ഞാൻ ട്രാൻസിറ്റിലായിരുന്ന സമയത്ത് और इस मुल्क അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ സംഭവം ഉണ്ടായി. तबन ये फिक्र लाक हुई कि पता नहीं अब क्या सूरत हाल हो। മാർഷൽ ദ്വീപിൽ അമേരിക്കയുടെ വലിയ സൈന്യ സങ്കേതം ഉള്ളതിനാലും कबल ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ കയ്യിലായതിനാലും ഇനി എന്താണ് സംഭവിക്കുക എന്ന ചിന്ത സ്വാഭാവികമായും ഉടലെടുത്തു. കാരണം വിനീതിന് ഓർമ്മയുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് യുദ്ധ സമയത്ത് വിനീതൻ അവിടെ ഉണ്ടായിരുന്നു. या भी चला जाऊं വളരെ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. कि हालात खराब हैं, आपने तबलीग करने ഏതായാലും എഴുതുന്നു, വിനീതൻ ധാരാളം ദുആ ചെയ്തു. बेहतर ये है कि പ്രതീക്ഷിക്കണോ അതോ തിരിച്ചു പോകണമോ എന്ന് ധാരാളം ചിന്തിച്ചു. कहते हैं कि मैंने फिर बहुत दुआएं की। അവസ്ഥ മോശമാണ്. തബ്ലീഗ് ചെയ്യുന്നതിനായി താങ്കൾ തെറ്റായ സമയമാണ് തിരഞ്ഞെടുത്തത്. ഉടൻ മടങ്ങി പോകുന്നതാണ് ഉത്തമം എന്ന അഭിപ്രായമാണ് ലഭിച്ചത്. बहरहाल പറയുന്നു, ഞാൻ വീണ്ടും ധാരാളം ദുആ ചെയ്തു. ഖലീഫത്തുൽ മസീന്റെ നിർദ്ദേശത്താലാണ് വന്നിരിക്കുന്നത്. ഈ ലക്ഷ്യം കരസ്ഥമാക്കാതെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവസ്ഥ വളരെ മോശമാണ്. आइलैंड चला गया। പറയുന്നു, ദുആക്ക് ശേഷം എന്തിനു വേണ്ടിയാണോ വന്നത് അതിനായി ധൈര്യം ലഭിച്ചു. एयरपोर्ट पहुंचा तो वहां पहले ही एक വിനീതൻ വിമാനമാർഗം മാർഷൽ ദ്വീപിലെത്തി. हुआ था जो मुसलमान था। അമേരിക്കയിലെ സംഭവശേഷം
എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിരുന്നു. क्या काम करते വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഒരു പാകിസ്ഥാനിയെ മുസ്ലിമാണ് എന്ന കാരണത്താൽ മാത്രം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പറയുന്നു, ഇമിഗ്രേഷൻ ഓഫീസർ എന്റെ പാസ്പോർട്ട് നോക്കിയ ശേഷം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രചാരകനാണ്. पूछा പേരിൽ നിന്ന് ഞാനും ഒരു മുസ്ലിമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെന്ന് തോന്നുന്നു. നിങ്ങളുടെ മതം ഏതാണെന്ന് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു അഹമ്മദി മുസ്ലിമാണ്. അല്പം സാവകാശത്തിന് ശേഷം വീണ്ടും മതത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ വീണ്ടും അതേ മറുപടി തന്നെ നൽകി, അതായത് ഞാനൊരു അഹമ്മദി മുസ്ലിമാണ്. അപ്പോൾ അയാൾ എനിക്ക് 1 മാസത്തെ വിസ നൽകി. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് എൻട്രി ലഭിച്ചു. फिर एक खत में वो लिखते हैं कि इन इलाकों में पहुंचने पर मालूम हुआ कि ख़ास तौर पर इस वक्त में जबकि तमाम तर मीडिया इस्लाम के खिलाफ बरसरे पैकार है മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, और उसामा ആ പ്രദേശത്തെത്തിയപ്പോൾ മനസ്സിലായത് മുഴുവൻ മാധ്യമങ്ങളും ഇസ്ലാമിനെതിരിൽ था न्यूयॉर्क के തുനിഞ്ഞിറങ്ങുകയും इस्लाम के बारे में बात करने को तैयार न थे। അൽ ഖായ്ദയെയും ഉസാമ ബിൻ ലബാദിനെയും പിടിച്ചുകൊണ്ട് ഇസ്ലാമിന് നേരെ അന്ധമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസരത്തിൽ ഈ പര്യടനം അങ്ങേയറ്റം അനിവാര്യമായിരുന്നു. मौका मिला ന്യൂയോർക്കിലെ സംഭവത്തിന് ശേഷം ജനങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല. ഭൂരിഭാഗം പേരും മുസ്ലിമിന്റെ അടുത്ത് ചെല്ലാൻ പോലും ഭയപ്പെട്ടിരുന്നു. ആ അവസരത്തിൽ മാധ്യമങ്ങളിലും മറ്റവസരങ്ങളിലും ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. പ്രാദേശിക അഹമ്മദികളെ ഇസ്ലാമിന്റെ പ്രതിരോധത്തിനായി തയ്യാറാക്കി. ഖരീബാസിൽ റേഡിയോയിലൂടെ ഇസ്ലാമിനെതിരായി ആരംഭിച്ച പ്രോപ്പഗണ്ടയിൽ നമ്മുടെ അഹമ്മദികൾ കൂടുതൽ ദുഃഖിതരായി. पास की अल्हम्दुलिल्लाह कि मुझे वक्त मिल അങ്ങനെ വിനീതൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ साइल अल कायदा മാനേജറുമായി ബന്ധപ്പെട്ടു. സമയം നൽകാനായി അഭ്യർത്ഥിച്ചു. अल्हम्दुलिल्लाह इसका बहुत फायदा हुआ। അൽഹംദുലില്ലാ, എനിക്ക് സമയം ലഭിച്ചു. അങ്ങനെ വിനീതൻ എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അൽ ഖായ്ദയെയും ജിഹാദിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുമെല്ലാം അറിവ് നൽകി. അൽഹംദുലില്ലാ, ഇത് വളരെ പ്രയോജനപ്പെട്ടു. പറയുന്നു, ആ സമയത്ത് കാലത്തിന്റെ ഖലീഫ അന്നേരം അവിടെ സന്ദർശനത്തിനായി നൽകിയ നിർദ്ദേശം, ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനുള്ള അവസരം ലഭിക്കുക മാത്രമല്ല, മറിച്ച് लेकिन अल्लाह ताला के फजल से ഈ സന്ദർശന വേളയിൽ 49 പുതിയ ബയ്യത്തുകൾ ലഭിക്കുകയും ചെയ്തു. മുൻപ് മുസ്ലിങ്ങളെ സമീപിക്കാൻ തന്നെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. स्टेशन वगैरह के എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 49 പുതിയ ബയ്യത്തുകളും ലഭിച്ചു. പിന്നീട് എഴുതുന്നു, അൽഹംദുലില്ലാ അലാ ദാലിക്, ജമാഅത്തുകളെ സുസ്ഥിരപ്പെടുത്തുന്നതിനായി പ്രവർത്തക സമിതിയുടെ തിരഞ്ഞെടുപ്പിനും രജിസ്ട്രേഷനും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള തൗഫീഖും ലഭിക്കുകയുണ്ടായി. हद तक था। वो इसके लिए दिन रात एक कर देते ഘാനയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മുബല്ലിയങ്ങളും ദായിയാനെ ഇലല്ലാഹും പറയുന്നത് के साथ रहते। അദ്ദേഹത്തിന് തബ്ലീഗിനോട് ഭ്രാന്തമായ ആവേശമായിരുന്നു എന്നാണ്. അതിനായി രാപ്പകലിനെ ഒന്നാക്കുമായിരുന്നു. ദായിയാനെ ഇലല്ലായുടെ ടീമുകളെ അയക്കുമ്പോൾ സ്വയം അവരുടെ പുറകെ പോകുമായിരുന്നു, അവരോടൊപ്പം കഴിയുമായിരുന്നു. പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു, इल्म होता എവിടെയെല്ലാം നടക്കുന്നു എന്ന് പരിശോധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അസാധാരണ സഹനശക്തി ഉണ്ടായിരുന്നു. കീഴിലുള്ളവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. സുഹൃത്തുക്കളുടെ ജോലിയെയും കുടുംബത്തെയും കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ശ്രമിക്കുമായിരുന്നു. ഏതെങ്കിലും മുബല്ലിഗിൽ നിന്നും പരാതി ഉണ്ടായാൽ അയാളെ പുറത്താക്കുന്നതിന് പകരം, അതായത് പ്രാദേശിക മൊല്ലിമീങ്ങൾ, അവരെ വീണ്ടും കർമ്മനിരതരും സന്നദ്ധരുമാക്കി ജമാഅത്തിന് ഗുണകാരിയാക്കുന്നതിനായി ശ്രമിക്കുമായിരുന്നു. कि जितना इस्तेफा ചിലർ വളരെ പെട്ടെന്ന് പുറത്താക്കാനും പരാതിപ്പെടാനുമുള്ള തീരുമാനമെടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പരിശ്രമം ഒരു അഹമ്മദിയെ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, गैर जमात के बड़े बड़े പ്രത്യേകിച്ച് മൊല്ലിമീങ്ങളെ അത്രത്തോളം പ്രയോജനപ്പെടുത്തുമായിരുന്നു. मौके पर उनको तायब भिजवाते। बेहद मुस्तैद और फ़ाल थे। പിന്നീട് അദ്ദേഹത്തിന്റെ माली इलाका മൊല്ലമീൻ സഹപ്രവർത്തകർ എഴുതുന്നു, വലിയ വലിയ അനഹമ്മദി പണ്ഡിതരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. പെരുന്നാൾ തുടങ്ങിയ അവസരങ്ങളിൽ അവർക്കായി ഉപഹാരങ്ങൾ കൊടുത്തയക്കുമായിരുന്നു. വളരെയധികം സന്നദ്ധനും കർമ്മനിരതനുമായിരുന്നു. വടക്കൻ ഘാനയിലെ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശാലമായ തബ്ലീഗിന്റെ ദൗത്യത്തിന്റെ ഫലമായി അവിടങ്ങളിൽ ജമാഅത്ത് ചിരപരിചിതമായി കഴിഞ്ഞിരുന്നു. बहुत मुमकिन था, बड़ा मुश्किल ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയാം, माली इलाके में ഘാനയിൽ അഹമ്മദ് ജമാഅത്തിന്റെ പ്രവേശനം അസാധ്യമായിരുന്നു. और वहाँ के इमाम जो हैं 1-2 പേരാണ് അഹമ്മദികളായിരുന്നത് വടക്കൻ മേഖലകളിൽ. അത് മുസ്ലിം പ്രാബല്യ മേഖലകളായിരുന്നു. अहमदियत वहाँ गई है അവിടുത്തെ ഇമാം കഠിനമായി എതിർക്കുന്ന വ്യക്തിയായിരുന്നു. नहीं या ആരംഭത്തിൽ शुमाल അഹമ്മദിയത്ത് അവിടെ എത്തിയപ്പോൾ हाँ हमारे വടക്ക് പടിഞ്ഞാറൻ पर मुकदमे भी चले और जुर्माने भी പ്രദേശങ്ങളിലായിരുന്നു നമ്മുടെ അഹമ്മദികൾക്കെതിരിൽ കേസ് നടക്കുകയും अब वहाँ
പിഴ ചുമത്തുകപ്പെടുകയും ചെയ്തത്. ആരംഭത്തിൽ അഹമ്മദിയ ജമാഅത്ത് അവിടെ എത്തിയപ്പോൾ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുണ്ടായിരുന്ന നമ്മുടെ അഹമ്മദികൾക്കെതിരിൽ കേസ് നടക്കുകയും പിഴ ചുമത്തപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ തന്നെ കീഴ്മേൽ മാറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പള്ളികളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്നു മാത്രമല്ല ഇമാമുകളിൽ നിന്ന് പോലും ആളുകൾ ജമാഅത്തിൽ പ്രവേശിക്കുന്നു. ജമാഅത്ത് ഇപ്പോൾ അവിടെ സുപരിചിതമാണ്. ഹാഫിസ് സാഹിബ് രഹസ്യമായി അധികം പേർക്കും ദാനധർമ്മങ്ങൾ നൽകുമായിരുന്നു. ധനികരും ദരിദ്രരുമായ എല്ലാവരോടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആളുകളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പൂർണ്ണ ശ്രമം നടത്തുമായിരുന്നു. ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതി അദ്ദേഹത്തിന് നല്ല വശമായിരുന്നു. ഗാനയിലെ ധനാഢ്യരായ അഹമ്മദി വ്യക്തികളുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരുടെ സഹായത്താൽ വടക്കൻ മേഖലകളിൽ പള്ളികൾ നിർമ്മിക്കുമായിരുന്നു. ഉദാരമതികളായ അഹമ്മദികളെ പ്രേരിപ്പിക്കുമായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളുടെ നന്ദി പ്രകടനം ഈ ദരിദ്ര മേഖലയിൽ പള്ളി നിർമ്മിച്ചുകൊണ്ട് നൽകുക എന്ന്. അങ്ങനെ അവിടെ ധാരാളം ചെറിയ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. MTA-യിൽ ഒരു അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, വഖഫും ജമാഅത്തിന്റെ സേവനവും ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എന്റെ പിതാവ് ഗാംബിയയിലെ ആദ്യ മുബല്ലിഗായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചൗധരി മുഹമ്മദ് ഷെരീഫ് സാഹിബ് ചാർജ് ഏറ്റെടുത്തു. പിന്നീട് എന്റെ പിതാവിന് ലൈബേരിയയിലും സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. ഹാഫിസ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് യഥാർത്ഥത്തിൽ സേവനാവേശത്താൽ ഭരിതനായിരുന്നു. ഉത്തരവാദിത്ത ബോധമുണ്ടായിരുന്നു. തന്റെ രോഗാവസ്ഥയിലും അദ്ദേഹം എനിക്ക് അവസാന കത്തെഴുതി. അതിലിങ്ങനെ എഴുതിയിരുന്നു, ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ICUവിൽ സാധാരണ ആളുകൾ ബോധശൂന്യരായിരിക്കും. വളരെ പ്രയാസത്തിലായിരുന്നു. എഴുതുന്നു, ICUവിൽ നിന്ന് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹുസൂർ, ജോലി ധാരാളമുണ്ട്, ശക്തി തീരെയില്ല. അതായത് അവസാനം വരെ ഉണ്ടായിരുന്ന ചിന്ത ഇസ്ലാമിന്റെ സന്ദേശം എങ്ങനെയാണ് രാജ്യത്തിന്റെ കോണുകളോളം എത്തിച്ചുകൊണ്ട് മുഴുവൻ ഘാനക്കാരെയും അഹമ്മദിയത്തിന്റെ മടിത്തട്ടിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അദ്ദേഹം തന്റെ ഒരു അഭിമുഖത്തിൽ പാകിസ്ഥാനിൽ പോയ സംഭവം പറയുന്നുണ്ട്. അത് വളരെ ഹൃദയഹാരിയാണ്. അദ്ദേഹം പറയുന്നു, ഏതെങ്കിലും കുട്ടിയെ ഖുർആൻ മനഃപ്പാടമാക്കുന്നതിനായി പാകിസ്ഥാനിലേക്ക് അയക്കാൻ ഖാനിലെ ജമാഅത്ത് തീരുമാനിച്ചു. അങ്ങനെ സ്കൂളിലെ കുട്ടികളെ നിരീക്ഷിച്ചപ്പോൾ ഹാഫിസാവ് പറയുന്നു, എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. എന്റെ പിതാവ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതം അറിയിച്ചു. അന്നേരം ഇപ്പോൾ അവിടുത്തെ മുബല്ലിഗായ മുഹമ്മദ് ബിൻ സാലി സാഹിബിനെയും ഇപ്പോൾ ട്രിനിഡാഡിലുള്ള ഗാനിയൻ മുബല്ലിഗായ ഇബ്രാഹിം ബിൻ യാക്കൂബ് സാഹിബിനെയും ജാമ്യ അഹമ്മദിയിൽ പഠിക്കുന്നതിനായി പാകിസ്ഥാനിലേക്ക് അയക്കുകയായിരുന്നു. പറയുന്നു, ഞങ്ങൾ 3 പേരുടെയും വൈദ്യ പരിശോധന നടന്നു. അവർ 2 പേരും അതിൽ വിജയിച്ചു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഡോക്ടർ സാഹിബ് പറഞ്ഞത്, ഇവൻ വളരെ മെലിഞ്ഞതാണ്, ഭാരവും കുറവാണ്, പാകിസ്ഥാനിലെ കാലാവസ്ഥ കഠിനമാണ്, കൊടും തണുപ്പും കൊടും ചൂടുമാണ്, അതവന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ അൺഫിറ്റായി. അതിൽ എന്റെ പിതാവിന് കഠിനമായ വിഷമമുണ്ടായി. അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ അന്നത്തെ ഘാന അമീറായ ബഹുമാന്യ അത്താഉല്ല കലീം സാഹിബ് അദ്ദേഹത്തോട് ഹാഫിസ് സാഹിബിന്റെ പിതാവ് പറഞ്ഞു, എന്റെ മകൻ തീർച്ചയായും പാകിസ്ഥാനിൽ പോകുന്നതാണ്. അമീർ സാഹിബ് ചോദിച്ചു, അതെങ്ങനെ? പിതാവ് പറഞ്ഞു, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ എന്റെ കാതുകളിൽ സ്പഷ്ടമായ ശബ്ദം വന്നടിച്ചു, ഇന്നൽ മുത്തഖീന മഫാസ, ഭയഭക്തി ഉള്ളവർക്ക് വിജയമുണ്ട്. ഞാൻ ആ ദിവസങ്ങളിൽ മകനു വേണ്ടി ധാരാളം ദുആ ചെയ്യുകയായിരുന്നു. ഈ സുവാർത്ത എന്റെ മകന് വേണ്ടിയുള്ളതാണ്. ഏതായാലും പറയുന്നു, എന്റെ പിതാവ് എനിക്ക് മാർജറിന്റെ കുപ്പി കൊണ്ടുവന്നു തന്നു. എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചു. 2-3 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരിശോധനയ്ക്കായി അയച്ചപ്പോൾ ഡോക്ടർ എന്നെ മെഡിക്കലി ഫിറ്റ് ആക്കുകയുണ്ടായി. ഈ കുട്ടി പൂർണ്ണമായും ഫിറ്റാണ്, യാതൊരു കുഴപ്പവുമില്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. പറയുന്നു, എന്റെ പിതാവ് എനിക്ക് കത്തെഴുതുമ്പോഴൊക്കെ പാകിസ്ഥാനിലിരുന്നപ്പോൾ അതിൽ എഴുതുമായിരുന്നു, നിന്റെ യാത്ര അള്ളാഹുവിന്റെ വിധിയാണ്, അതിനാൽ ഗൗരവപൂർണ്ണം പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കുക. പിന്നീട് അദ്ദേഹം പിതാവിന്റെ അഭിലാഷത്തെ പൂർത്തിയാക്കുകയുണ്ടായി. ഭാര്യ ഹനീസ് സാഹിബയെ കൂടാതെ
बच्चे भी 2 ആൺകുട്ടികളും പെൺകുട്ടികളുമാണുള്ളത്. और अल्लाह ताला के फजल से അവരുടെ പേര് ബാർബാഗ്, സബ്ര, കൊജോർ, മുനീർ ഹാദി, തഹ്മീന എന്നിങ്ങനെയാണ്. अपनी तालीम के आगे हैं। കുട്ടികളും ആത്മീയ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മുന്നേറുന്നതിനായി അദ്ദേഹം ശ്രമിച്ചിരുന്നു. ऐसी कर चुके हैं, बल्कि एक बच्ची അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തുമായുള്ള അവരുടെ ബന്ധവും സുദൃഢമാണ്. साथ में अल्लाह ताला के फजल से ദീനി വിദ്യാഭ്യാസത്തിലും മുന്നിലാണ് എല്ലാ കുട്ടികളും. ഭൗതിക വിദ്യാഭ്യാസത്തിലും 3 കുട്ടികൾ MSc ചെയ്തിട്ടുണ്ട്, ഒരു പെൺകുട്ടി PhD യും ചെയ്യുന്നുണ്ട്. मुरब्बी सिलसिला 2007 അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹാഫിസ് സാഹിബിന് जिब्राइल ഹജ്ജ് ചെയ്യാനുള്ള അവസരവും ലഭിച്ചു. जामिया में मुझसे 1 साल पीछे थे। അദ്ദേഹത്തിന്റെ ജാമ്യയിലെ സഹപാഠിയായ ബഹുമാന്യ ഇലിയാസ് മുനീർ സാഹിബ്, അദ്ദേഹം बचपन में ही एक ജർമ്മനിയിലെ മുറബി സിൻസിലയാണ്. അദ്ദേഹം എഴുതുന്നു, ഹാഫിസ് ജിബ്രായിൽ സഹീദ് സാഹിബ് ജാമ്യയിൽ എന്നേക്കാൾ 1 വർഷം പിന്നിലായിരുന്നു, എന്നാൽ വളരെ മുന്നിൽ കടന്നുപോയി. की सादत मिली। അദ്ദേഹത്തെ ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ചെറിയ കുട്ടിയുടെ രൂപത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. തന്റെ നിഷ്കളങ്ക പ്രായത്തിൽ ഖുർആൻ മനഃപ്പാടമാക്കുന്നതിനായി ജാമ്യയിൽ പ്രവേശിച്ചപ്പോൾ हाज़रीन को അദ്ദേഹത്തിന് ഖുർആൻ മനഃപ്പാടമാക്കുന്നതിനുള്ള തൗഫീഖ് മാത്രമല്ല സിദ്ധിച്ചത്, മറിച്ച് വളരെ മാധുര്യമേറിയ ശബ്ദവും काम और इल्म पर പ്രകൃതി അദ്ദേഹത്തിന് കനിഞ്ഞരുളിയിരുന്നു. തൽഫലമായി ജാമ്യ കാലഘട്ടത്തിലും അതിനുശേഷവും ജലസയുടെ അവസരങ്ങളിലും സന്നിഹിതരായവർക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യവും ലഭിച്ചു. പറയുന്നു, ഞാൻ അദ്ദേഹത്തെ വളരെ യോഗ്യനായ, സ്വന്തം ജോലിയിലും അറിവിലും നിയന്ത്രണമുള്ള മുറബിയായി കാണുകയുണ്ടായി. പ്രബലമായ വ്യക്തിത്വത്തോടൊപ്പം അങ്ങേയറ്റം അനുസരണശീലമുള്ള വ്യക്തിയും സൗഭാഗ്യവാനുമായിരുന്നു. था उनका। മെലിഞ്ഞ ശരീരമായിരുന്നു. വളർന്ന് ജാമ്യയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉയരം 6 അടിയായി, ബലിഷ്ഠമായ ശരീരവുമായി. लिखते हैं कि मरहूम निज़ाम जमात को समझने वाले और उसकी मामूली अमर में भी पाबंदी करने वाले बहुत मुखलिस इंसान थे। इसी तरह बर्दाश्त का मादा भी बहुत था। एक मरतबा किसी दोस्त ने പറയുന്നു, മർഹൂം ജമാഅത്ത് വ്യവസ്ഥിതിയെ മനസ്സിലാക്കുകയും നിസാര കാര്യങ്ങളിൽ പോലും നിഷ്കർഷത പുലർത്തുന്ന വ്യക്തിയും ആത്മാർത്ഥ മനുഷ്യനുമായിരുന്നു. അതുപോലെ സഹനശക്തിയും ഉദാത്തമായിരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്ത് ആഫ്രിക്കനല്ലേ, പഞ്ചാബി അറിയില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അനുചിതമായ വാക്കുകൾ പറഞ്ഞു പഞ്ചാബിയിൽ. कि हाफिज जिब्राइल എന്നാൽ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടും 75 से അത് 1980 तक മനസ്സിലായതായി പ്രകടിപ്പിച്ചില്ല. रहे। हाफिज साहब निहायत मेहनती और जिम्मेदार അൽ ഫദൽ എഡിറ്റർ അബ്ദുൽ സമീ സാബ് എഴുതുന്നു, ഹാഫിസ് ജിബ്രായിൽ സയ്യിദ് സാഹിബും വിനീതനും 1975 മുതൽ 1982 വരെ ജാമ്യ അഹമ്മദിയയിൽ സഹപാഠികളായിരുന്നു. ഹാഫിസ് സാഹിബ് കഠിന പരിശ്രമശാലിയും ഉത്തരവാദിത്ത ബോധമുള്ളവനും ജമാഅത്തിനോട് സ്നേഹമുള്ള വ്യക്തിയുമായിരുന്നു. അധ്യാപകരെ വളരെയധികം ആദരിക്കുന്ന വ്യക്തിയായിരുന്നു. ഉറുദുവും നന്നായി പഠിച്ചിരുന്നു. മറ്റ് സഹപാഠികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ സഹായിക്കുമായിരുന്നു. ഇംഗ്ലീഷ്, അറബി പ്രസംഗങ്ങളിലും ഉപന്യാസ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. കഠിന മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും സന്തോഷവും പ്രസന്നതയും അദ്ദേഹത്തിന്റെ മുഖത്ത് കളിയാടുമായിരുന്നു. എന്തവസ്ഥയായാലും गाना में भी मैंने देखा है उनको। ഒരിക്കലും തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖത്തിന്റെ അടയാളം ഞാൻ കണ്ടിട്ടില്ല. और फुटबॉल अच्छा खेलते थे। खुदा ये कामों में उनकी से എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. दोस्तों के ഗാനയിലും പിന്നീട് ഇവിടെയും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. 5 में कादियान गए तो सब दोस्त കളിയിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയയുടെ ജോലികളിൽ നല്ലപോലെ പങ്കെടുക്കുമായിരുന്നു. जिब्राइल സുഹൃത്തുക്കളുമായി പഴയ ബന്ധം നിലനാട്ടി പോന്നിരുന്നു. 2005 കാദിയാനിൽ വന്നപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വിരുന്ന് നൽകുകയുണ്ടായി. हैं कि गाना के हमसाया मुल्क टोगो में बॉर्डर के साथ शुमाली इलाके में അഹമ്മദ് ജിബ്രായിൽ സയ്യിദിനെ സംബന്ധിച്ച് मिली। आपने मुतअद्दिद മറ്റ് റിപ്പോർട്ടുകളിൽ दौरे किए। ഘാനയുടെ അയൽ രാജ്യമായ ടോഡോയിൽ यह मुखालफती അതിർത്തിക്കടുത്ത് വടക്കൻ മേഖലയിൽ തബ്ലീഗിനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. इलाकों നിരവധി തവണ അദ്ദേഹം ഈ മേഖലകളിൽ പര്യടനം നടത്തുകയും തബ്ലീഗി ദൗത്യങ്ങൾ നടത്തുകയും ചെയ്തു. എതിർപ്പും അവിടെ കഠിനമായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ടോഡോ രാജ്യത്തിന്റെ 5 മേഖലകളിൽ മുംപാഗ, यहाँ भी आपको जमाती प्रोग्रामों में മുംപറോഗ്, മാങ്കോ, ബാവ്ലെ, और तरबियत ലിമോകാരയിൽ ജമാഅത്ത് സ്ഥാപിതമായി. അതുപോലെ ബുർക്കിനോ ഫാസോ രാജ്യത്തും അദ്ദേഹം ധാരാളം പര്യടനങ്ങൾ നടത്തി. जिब्राइल सही साहब दो അവിടെയും അദ്ദേഹം ധാരാളം ജമാഅത്തി പരിപാടികളിൽ പങ്കെടുത്തു. തബ്ലീഗി തർബിയത്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ള തൗഫീക്കും അദ്ദേഹത്തിന് ലഭിച്ചു. और करीब ഫിജിയുടെ അമീർ സാഹിബ് हाफिज साहब की एक अच्छी आदत ഫദലുല്ല താരിഖ് സാഹിബ് എഴുതുന്നു, ഹാഫിസ് അഹമ്മദ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് 2003 ഫിജിയിൽ വന്നപ്പോൾ അന്നാദ്യമായി അദ്ദേഹവുമായി ഞാൻ കണ്ടുമുട്ടി. അടുത്ത് കഴിഞ്ഞുള്ള അവസരം ലഭിച്ചു. ഹാഫിസ് സാഹിബിന്റെ ഒരു നല്ല ശീലം ആദ്യത്തെ കണ്ടുമുട്ടിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതെന്നാൽ രാത്രിയിൽ ഹാഫിസ് സാഹിബിനെ കണ്ട് എപ്പോഴെല്ലാം തുറക്കുന്നുവോ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമായിരുന്നു. किया करते थे। ഖുർആൻ ഹാഫിലായിരുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ധാരാളം നന്മയുടെ ഉടമസ്ഥനുമായിരുന്നു. തബ്ലീഗി മൈതാനത്ത് അനുഭവസ്ഥനായിരുന്നു. ചെറിയവരോടും വലിയവരോടും എല്ലാം पैगाम पहुंचा അവരവരുടെ പ്രകൃതമനുസരിച്ച് തബ്ലീഗി സംഭാഷണങ്ങളിൽ ഏർപ്പെടുമായിരുന്നു.
बेतकल्लुफ ദീനീ അറിവിനോടൊപ്പം തന്നെ और हंसते ഭൗതിക അറിവുമുണ്ടായിരുന്നു. ഒരു വിജയിയായ മുബല്ലിഗിനെ പോലെ ഓരോ വാക്കുകളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുമായിരുന്നു. इब्राहिम അദ്ദേഹത്തിന്റെ സംഭാഷണം കൃത്രിമത്വമുള്ളതായിരുന്നില്ല. പുഞ്ചിരിച്ച് പ്രയാസമുള്ള കാര്യങ്ങളും സരളമായി അവതരിപ്പിക്കുമായിരുന്നു. കരിബാത്തിലെ മുബല്ലിഗ് ഇബ്രാഹിം AKR കോസ് സാഹിബ് കത്തിലെഴുതുന്നു, ഹാഫിസ് അഹമ്മദ് ജിബ്രായിൽ സഹി സാഹിബ് കരിബാത്തി, തവാലു തുടങ്ങിയ മറ്റു ദ്വീപുകളിൽ തബ്ലീഗിന് വേണ്ടി ധാരാളം സന്ദർശനങ്ങൾ നടത്തിയിരുന്നു. कि इस्लाम का पैगाम അദ്ദേഹത്തിന്റെ കുടുംബം ഒറ്റക്കാകുമായിരുന്നു. मसीह ने मेरा इंतखाब किया। പര്യടനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരിക്കലും കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. മറിച്ച് പറയുമായിരുന്നു, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിനായി ഖലീഫത്തുൽ മസി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ ഇവിടെ അയച്ചിരിക്കുകയാണ്. ഖലീഫത്തുൽ മസി എനിക്ക് വേണ്ടി ദുആയും ചെയ്യുന്നുണ്ട്. അതിനാൽ അദ്ദേഹം തബ്ലീഗിന്റെ ഒരവസരവും പാഴാക്കിയിട്ടില്ല. കാലത്തിന്റെ ഖലീഫയുടെ പ്രതീക്ഷകളെ പൂർത്തിയാക്കുന്നതിനായി എപ്പോഴും പരിശ്രമിച്ചിരുന്നു. में तबलीग के हवाले से बहुत फिक्र रहती थी। അദ്ദേഹത്തിന്റെ നിയമനം വീണ്ടും ഘാനയിൽ ഉണ്ടായപ്പോൾ 2010 में जब मैंने ആ ദ്വീപ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചില്ല. മറിച്ച് പ്രത്യുത ദ്വീപുകളിലെ തബ്ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് എപ്പോഴും ചിന്തയുണ്ടായിരുന്നു. क्या है बड़ा एस्टेब्लिश करके आया 2010 ഞാൻ വീണ്ടും അദ്ദേഹത്തെ സന്ദർശനത്തിനായി അയച്ചപ്പോൾ വളരെ വിപുലമായ कि हाफिज अहमद സന്ദർശനം നടത്തുകയുണ്ടായി. ധാരാളം വിവരങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. मुकरम അവിടെ ജമാഅത്തിനെ നല്ലപോലെ जो करीबाती എസ്റ്റാബ്ലിഷ് ചെയ്യുകയുമുണ്ടായി. കരിബാത്തിലെ മുബല്ലിഗ് എഴുതുന്നു, ഹാഫിസ് അഹമ്മദ് ജിബ്രായിൽ സയ്യിദ് സാഹിബ് തന്റെ രോഗത്തിന്റെ അവസാന നാളുകളിൽ ബഹുമാന്യ അനീസ് കിലാത്ത സാഹിബ്, അദ്ദേഹം കരിബാത്തിലെ ആദ്യ അഹമ്മദിയായിരുന്നു, മർഹൂം, कि अल्लाह ताला അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ട് से वहाँ फोन ജമാഅത്തുമായി ബന്ധം നിലനിർത്തുന്നതിനായി ഉപദേശിച്ചു. അവരോട് പറഞ്ഞു, दूर दराज നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, ആശുപത്രിയിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത്. रखनी चाहिए कि अल्लाह ताला ने इस्लाम की അവിടെ രോഗിക്ക് രോഗത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാവുക, അതും വിദൂര മേഖലയുള്ള ദ്വീപിൽ. लिए कोई सफर करना नहीं करने पड़े, बल्कि अल्लाह ताला ने आपके घरों में इस्लाम पहुंचा പറയുന്നു, നിങ്ങൾ ഓർക്കേണ്ടതാണ്, फजल किया है, അള്ളാഹു ഇസ്ലാമിന്റെ അനുഗ്രഹം നിങ്ങളിൽ छोड़ना നൽകി അരുളി. നിങ്ങൾക്ക് ഇസ്ലാമിനെ അന്വേഷിക്കുന്നതിനായി യാത്ര ചെയ്യേണ്ടി വന്നില്ല, മറിച്ച് അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ ഇസ്ലാമിനെ എത്തിച്ചുകൊണ്ട് നിങ്ങളിൽ കരുണ കാണിച്ചിരിക്കുന്നു. അതിനാൽ ഒരിക്കലും ജമാഅത്തിനെ ഉപേക്ഷിക്കരുത്. जिन्होंने अपनी अहलिया और बच्चे അഹമ്മദ് ജിബ്രായിൽ സയ്യിദ് अहमद कबूल की, മുഖേന ബയ്യത്ത് ചെയ്തവരിൽ ഒരു ഡോക്ടർ അലി വിർഗോ സാഹിബുമുണ്ട്. माहिर हैं और അദ്ദേഹം ഭാര്യ മക്കളോടൊപ്പമാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. कर रहे हैं, बल्कि मुकम्मल അദ്ദേഹത്തിന്റെ 2 ആൺമക്കളും ഡോക്ടർമാരാണ്. അദ്ദേഹം കരിബാത്തി ഭാഷയിൽ നിപുണനാണ്. आया नाज फरजंद ഇപ്പോൾ അദ്ദേഹം കരിബാത്തി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുകയാണ്. खिलाफत अहमदिया को അത് പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. हजारों सुल्तान അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ അഭിമാന പുത്രനെ സ്വന്തം തൃപ്തിയുടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അഹമ്മദിയ ഖിലാഫത്തിന് और वफा शियार അദ്ദേഹത്തെ പോലെയുള്ള के रुखसत നൂറുകണക്കിനും ആയിരക്കണക്കിനും സുൽത്താൻ നസീർമാരെ लेकिन നൽകി അനുഗ്രഹിക്കട്ടെ. अल्लाह की रजा पर അദ്ദേഹത്തെ പോലെ യോഗ്യനായ, വിനീതനായ, കൂറുള്ള ജമാഅത്തി സേവകന്റെ വിടവാങ്ങൽ ദുഃഖാർദ്രമാണ്. इन्ना इलाही राजिऊन എന്നാൽ हमारी दुआ और അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തരാവുകയാണ് रुखसत होने से ഒരു വിശ്വാസിയുടെ അടയാളം. बशरी तकाजे के तहत ഇന്നാലില്ലാഹി मुझे फिक्र വ ഇന്നാ ഇലൈഹി റാജിഊൻ തന്നെയാണ് നമ്മുടെ ദുആയും ആശ്രയവും. फरमाए। അദ്ദേഹത്തിന്റെ വിടവാങ്ങലിലൂടെ घाना में മനുഷ്യത്വപരമായി എനിക്ക് ചിന്തയുണ്ട്. भी कायम हो चुका है, അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ അതിനെ ദൂരീകരിക്കട്ടെ. राशिद वहां से निकल भी चुकी है और मुबल्लिगीन ഗാനയിൽ ഇപ്പോൾ मुबल्लिगीन മദ്രസത്തുൽ ഹിഫുദും जामे अहमदिया भी സ്ഥാപിതമായിട്ടുണ്ട്. മറിച്ച് जो अफ्रीकन जो ഹാഫിലിന്റെ ആദ്യ ക്ലാസ് പുറത്തിറങ്ങി കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഷാഹിദ് മുബല്ലിങ്ങളെ തയ്യാറാക്കുന്നതിനായി ജാമ്യ അഹമ്മദിയയും ആരംഭിച്ചിട്ടുണ്ട്. से भी हाफिज അത് साहब थे, बल्कि उनसे बढ़कर വെസ്റ്റ് ആഫ്രിക്കൻ റീജിയനിലെ पैदा हूँ। അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം മുഴുവൻ ആഫ്രിക്കയും നിയന്ത്രിക്കുന്നതാണ്. അതിൽ നിന്നും ഹാഫിസ് സാഹിബിനെ പോലെയുള്ള इस वक्त മറിച്ച് അതിനേക്കാൾ ഉത്തമരായ ദീനീ സേവകർ പുറത്തു വരുമാറാകട്ടെ. का जिक्र कर തഖ്വയുടെ സൂക്ഷ്മ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാകട്ടെ അവർ. वो हैं जिन्हें गुज़श्ता दिनों ഇപ്പോൾ ഞാൻ शहादत कर അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യരായവരിൽ ये भी उन लोगों में 2 പേരെ സ്മരിക്കുന്നതാണെന്ന് के बारे में പറഞ്ഞിരുന്നു. आता है कि भला രണ്ടാമത്തെ ആത്മാർത്ഥ വ്യക്തിയെയും പരാമർശിക്കുകയാണ്. कोतेलू फी सबील അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കോയറ്റയിൽ ഷഹാദത്തിന്റെ പദവി ലഭിക്കുകയുണ്ടായി. വലാ തഹസബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് അള്ളാഹു പറഞ്ഞ ഗണത്തിൽ അദ്ദേഹം ഉൾപ്പെടുന്നു. रिज़्क़ अता किया जा रहा है। അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ ഒരിക്കലും ये एजाज മൃതരായി ഗണിക്കരുത്, മറിച്ച് അവർ ജീവനുള്ളവരാണ്. അവർക്ക് अफराद जमात अहमद തങ്ങളുടെ നാഥന്റെ പക്കൽ ജീവിത വിഭവം നൽകപ്പെടുന്നുണ്ട്. कत्ल किए जा रहे हैं।
ഈ ബഹുമതി जानों की हिफाजत के लिए ഇന്ന് കേവലം अपनी जानों के नजराने അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങൾക്ക് മാത്രമാണ് मैं पहले भी कई मरतबा बता चुका हूँ कि दुश्मन ലഭിക്കുന്നത്. ये कत्ल वाक़ അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി സ്വന്തം ജീവനെ കാണിക്കയായി സമർപ്പിക്കുന്നു. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ ശത്രുക്കളുടെ ഈ കൊലവിളിയുടെ കുതന്ത്രങ്ങൾക്ക് मुकर्रम नूर अहमद साहब इब्न मुकर्रम नवाब खान साहब है അഹമ്മദികളെ തങ്ങളുടെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയാൻ സാധിക്കില്ല. सेटेलाइट टाउन ഇൻഷാ അല്ലാ. शहीद किया गया കോയിട്ടയിൽ ഷഹാദത്തിന്റെ ബഹുമതി കരസ്ഥമാക്കിയ खानदान ने വ്യക്തി നവാബ് ഖാൻ സാഹിബിന്റെ മകൻ മൻസൂർ അഹമ്മദ് സാഹിബാകുന്നു. അദ്ദേഹത്തെ 2012 നവംബർ 11 കോയിട്ടയിലെ സാറ്റലൈറ്റ് ടൗണിൽ വെച്ചാണ് ഷഹീദാക്കിയത്. मोहतरम भागो साहिबा का ध्यान അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രപിതാമഹി इस तरह अब ഭാഗ്ബരി സാഹിബ എന്ന क्या में पाकिस्तान के बाद ഭാഗോ സാഹിബ മുഖേനയായിരുന്നു. वाल रिहाइश पजीर हुआ ഭാഗോ സാഹിബ കാദിയാനടുത്തുള്ള നങ്കൽവാസിയായിരുന്നു. അവർ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരുന്നു. कोयटा में पैदा അങ്ങനെ അവർ സഹാബിയായിരുന്നു. के बाद 1996 പാകിസ്ഥാൻ നിലവിൽ വന്ന ശേഷം അവർ പാകിസ്ഥാനിലേക്ക് ഹിജ്റത്ത് ചെയ്ത് സാഹിവാൽ ജില്ലയിൽ താമസമുറപ്പിച്ചു. 1965 കോയിട്ടയിലെത്തി. മൻസൂർ അഹമ്മദ് സാഹിബ് ഷഹീദ് 1978 കോയിട്ടയിൽ ജനിച്ചു. മെട്രിക്കിന് ശേഷം 1996 തന്റെ ജോലി തുടങ്ങി ഹാർഡ്വെയറിന്റെ കടയിട്ടു. അല്പകാലത്തിനുള്ളിൽ തന്നെ അള്ളാഹു വ്യാപാരത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ സംഭവം ഇപ്രകാരമാണ്. മർഹൂം 2012 നവംബർ 11 രാവിലെ 8 മണിയോടടുത്ത് സാറ്റലൈറ്റ് ടൗണിലുള്ള തന്റെ വസതിയിൽ നിന്ന് സമീപത്തുള്ള തന്റെ കടയിലേക്ക് പോകാനായി നടന്നു വരികയായിരുന്നു. അപ്പോൾ മോട്ടോർ സൈക്കിളിൽ 2 പേർ അവിടെ എത്തി. അതിലൊരാൾ മോട്ടോർ സൈക്കിളിൽ നിന്നും ഇറങ്ങി മൻസൂർ അഹമ്മദ് സാഹിബിനെ നേർക്ക് നീങ്ങി पीछे घर വെടിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ അടുത്തെത്തിയതിനാൽ അയാളുമായി മൻസൂർ സാഹിബ് മൽപ്പിടുത്തം നടത്തി. के सतून के साथ उनका घुटना അയാൾ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചു. जिसकी वजह से മൻസൂർ അഹമ്മദ് സാഹിബ് അയാളിൽ നിന്നും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടി. അവർ 2 പേരുണ്ടായിരുന്നു. അതിനാൽ വീട്ടിലേക്ക് ഓടുകയെ मंजूर साहब के നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. उन पर വീട്ടിലെ चलाई ഗേറ്റിന്റെ सर से रगड़ തൂണിൽ കാൽമുട്ട് ഇടിക്കുകയും അദ്ദേഹം താഴെ വീഴുകയും ചെയ്തു. सर से പിറകെ വന്ന അക്രമി ऐसे में മൻസൂർ സാഹിബ് വീണപ്പോൾ माथे के दरमियान അദ്ദേഹത്തിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. शहादत हो गई इन्ना लिल्लाहि व इन्ना इलैहि राजिऊन ഒരു വെടിയുണ്ട തലയോട് ഉരസിക്കൊണ്ട് കടന്നുപോയി. രണ്ടാമത്തേത് തലയ്ക്ക് പിറകിൽ തറച്ച് മൂക്കിനും നെറ്റിക്കും ഇടയിലൂടെ പുറത്തു വരികയുണ്ടായി. തൽഫലമായി സംഭവ സ്ഥലത്ത് തന്നെ ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. मुनज़्ज़म अंदाज में മർഹൂം നീണ്ടകാലമായി മത എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമീപത്തുള്ള വ്യാപാരികളും എതിർക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ആ പ്രദേശത്ത് കുറച്ചു കാലമായി സംഘടിതമായ നിലയിൽ ജമാഅത്തിനെതിരിൽ സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയായിരുന്നു. ഹൽക്ക സാറ്റലൈറ്റ് ടൗണിലെ പ്രശസ്ത ഗോൾ മസ്ജിദിൽ ഡേര ഖാദി ഖാനിൽ നിന്നും ഒരു മൗലവി വന്ന് അഹമ്മദികൾ വധശിക്ഷാർഹരാണെന്ന ഫത്വ നൽകുമായിരുന്നു. മുഴുവൻ പ്രദേശത്തും പ്രകോപിതമായ സാഹിത്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഷഹീദ് മർഹൂമിന്റെ കടയോട് ചേർന്ന ഒരു അഹമ്മദത്തിന്റെ ശത്രുവിന്റെ കടയിൽ തീപിടിച്ചിരുന്നു. ഇതിൽ നിന്ന് പോലും ഇവർ പാഠം ഉൾക്കൊള്ളുന്നില്ല. पड़े हुए തീപിടിച്ചു. प्लास्टिक के അയാളും मोजाना तर അയാളുടെ എല്ലാ സാധനങ്ങളും കത്തി ഭസ്മമായി. ഷഹീദ് മർഹൂമിന്റെ കട തീയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. എന്നാൽ അള്ളാഹു അത്ഭുതകരമായ നിലയിൽ എല്ലാ നിലയിലും അതിനെ സംരക്ഷിച്ചു. പുറത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിന്റെ ബോർഡ് പോലും അത്ഭുതകരമായ നിലയിൽ സുരക്ഷിതമായി. അതുകണ്ട് എല്ലാവരും ആശ്ചര്യചകിതരായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഇവിടെ കണ്ണുകൾ തുറക്കാൻ മതിയായതല്ല. ഷഹീദ് മർഹൂമിന് തന്റെ മുഴുവൻ കുടുംബത്തോടും വളരെയധികം അനുകമ്പയും സ്നേഹവും ഉണ്ടായിരുന്നു. नहीं आने देते थे കുടുംബത്തിൽ എന്തെങ്കിലും വസ്തുവിന്റെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെയോ ആവശ്യമോ വന്നിരുന്നാൽ അദ്ദേഹം ആവശ്യം പൂർത്തിയാക്കുമായിരുന്നു. बना लेते അതിഥികളെ എല്ലാം നല്ലപോലെ സേവിക്കുമായിരുന്നു. പ്രത്യേക ജമാഅത്തിന്റെ അതിഥികളെ സേവിക്കാതെ അവരെ പോകാൻ അനുവദിക്കില്ലായിരുന്നു. अफराद जमात കേന്ദ്രത്തിൽ നിന്ന് ജമാഅത്തിന്റെ അതിഥികൾ വരികയും മറ്റേതെങ്കിലും അഹമ്മദി സുഹൃത്ത് അദ്ദേഹത്തെ തന്റെ അതിഥിയാക്കുകയും ചെയ്താൽ ആ അതിഥിയെ കൂടെ കൂട്ടുന്നതിനായി അദ്ദേഹം വാശി പിടിക്കുമായിരുന്നു. जमाती 40-50 ജമാഅത്ത് അംഗങ്ങളുടെ तहफ़्फ़ुज़ नायब कायद हल्का सेटल ജമാഅത്തി പരിപാടിക്കുള്ള സംവിധാനം വീട്ടിൽ തയ്യാറാക്കുമായിരുന്നു. വീട്ടിൽ തന്നെ അവരുടെ ഭക്ഷണത്തിലുള്ള സംവിധാനവും ഒരുക്കുമായിരുന്നു. അതിഥികളെ സ്വയം നല്ലപോലെ സേവിക്കുമായിരുന്നു. ജമാഅത്തിന്റെ പദ്ധതികളിൽ മുൻപന്തിയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഹൽക്ക സാറ്റലൈറ്റ് ടൗണിലെ നായിബ് കായിദും उसी थे സെക്രട്ടറി വഖഫ് ജദീദ്, സെക്രട്ടറി തഹരീക്ക് ജദീദ് എന്നിവ കൂടാതെ ഹൽക്കയിലെ സെക്യൂരിറ്റിയും ഇസ്ലാഹി കമ്മിറ്റിയുടെ മെമ്പറും എന്ന നിലയിൽ സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഷഹീദ് മൂസിയായിരുന്നു. कि लोगों का हजूम 2007 വസിയത്ത് പദ്ധതിയിൽ അംഗമായി. शादी है और अपने ഷഹാദത്തിന് ഒരാഴ്ച മുമ്പ് ഷഹീദിന്റെ പിതാവ് ഒരു സ്വപ്നം കണ്ടു. ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആരുടെയോ കല്യാണമാണെന്ന് തോന്നുന്നു. സ്വന്തം കൈകൊണ്ട് വിവാഹ സംഘത്തെ യാത്ര അയക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പറയുകയാണ്, मैं अपनी देवरानी അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ സ്വപ്നത്തിൽ കാണുന്നു, ഞാൻ പോവുകയാണ്, എന്റെ കുട്ടികളും
മരുമകളും എന്നോടൊപ്പമുണ്ട്. വഴിയിൽ ഒരു കറുത്ത നായ ആക്രമിക്കുന്നു. എന്നാൽ എന്റെ മരുമകളുടെ പിന്നിൽ ഞാൻ ഒളിക്കുന്നു, ദുആ ചെയ്യുകയും ചെയ്യുന്നു. वालिद मुकर्रम പറയുന്നു, എന്നാൽ കറുത്ത നായ എന്റെ ജീവനാടിയെ പിടിക്കുന്നു. मंजूर साहिबा, 2 बेटियां अजीजा नुमाना मंजूर ഷഹീദ് മർഹൂമിന് പിന്നിൽ उम्र 10 साल, പിതാവ് ബഹുമാന്യ നവാബ് ഖാൻ സാഹിബിനെ കൂടാതെ उम्र 8 साल, പത്നി ഷബാന മൻസൂർ സാഹിബയും 2 പെൺകുട്ടികൾ നുമാന മൻസൂർ, വഖഫനോ 10 വയസ്സ്, मकसूद अहमद साहिब, ഫായിസ മൻസൂർ 8 വയസ്സ്, शहीद मरहूम की മകൻ തൗഹീദ് അഹമ്മദ് വഖഫനോ 6 വയസ്സ്, बहरहाल इन दोनों ഒരു സഹോദരൻ മക്സൂദ് അഹമ്മദ് സാഹിബ്, 2 സഹോദരിമാർ എന്നിവരാണുള്ളത്. ഷഹീദ് മർഹൂമിന്റെ മാതാവ് വഫാത്തായിരുന്നു. मैं पढ़ाऊंगा जुम्मे की नमाजों के बाद। पाकिस्तान के लिए अमूमी तौर पर भी दुआएं करें आजकल। ഞാൻ പരാമർശിച്ച ഈ 2 മർഹൂമിങ്ങളുടെയും ജനാസ ഞാൻ നമസ്കരിക്കുന്നതാണ്. ജുമാക്ക് ശേഷം और वफाओं പാകിസ്ഥാന് വേണ്ടി ഇന്നാളിൽ പൊതുവായി ദുആ ചെയ്യുക. ഈ അഹമ്മദി ശുഹദാക്കൾ തങ്ങളുടെ പ്രതിജ്ഞയെയും കൂറിനെയും പൂർത്തിയാക്കുവാൻ ശ്രമിക്കുകയാണ്. सहूलतें पैदा हों और सुख के सांस ले सकें। അള്ളാഹു എത്രയും പെട്ടെന്ന് അഹമ്മദികൾക്കായി അവിടെ എളുപ്പത്തെ കൊണ്ടുവരട്ടെ. अहमदियों के लिए तो पहले से बढ़कर എല്ലാവർക്കും ദുഃഖത്തിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. बल्कि खुद भी एक दूसरे ഇന്നു മുതൽ മുഹറവും ആരംഭിക്കുകയാണ്. മുഹറത്തിൽ से सबक सीखें। അഹമ്മദികൾക്കായി മുമ്പത്തേക്കാൾ അധികം കർബലകൾ ഉണ്ടാക്കാനായി ശ്രമം നടക്കുന്നു. സ്വയം പരസ്പരവും അവർ കൊല്ലും കൊലയും നടത്തുന്നു. की तरफ बहुत ज्यादा तवज्जो दें। അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനു പകരം മുസ്ലിങ്ങൾ പരസ്പരം കഴുത്തുവെട്ടുന്നു. उम्मत मुस्लिमा के അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് लिए भी दुआ करें। ദുറൂദിലേക്കും സദഖകളിലേക്കും കൂടുതൽ ശ്രദ്ധിക്കുക. सच्चाई മുഹറം മാസത്തിലും करने की तौफीक अता फरमाए। ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്കരമായ അവസ്ഥയിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു ഇവർക്കും സത്യമാർഗം സ്വായത്തമാക്കുന്ന തൗഫീക്ക് നൽകട്ടെ. मुस्लिम उम्मा के लिए कोई ഈ ദുരിതങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും के जमाने മോചനം ലഭിക്കുന്നതിനായി अल्लाह ताला इनको तौफीक अता फरमाए। കാലഘട്ടത്തിന്റെ ഇമാമിനെ സ്വീകരിക്കുക എന്നതല്ലാതെ മുസ്ലിം സമുദായത്തിന് മറ്റു രക്ഷമാർഗവുമില്ല. അള്ളാഹു അവർക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.